മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വർണ്ണോത്സവം എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്കായി കലോത്സവം സംഘടിപ്പിച്ചു. മുണ്ടക്കയം ലത്തിൻപള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ കലാവാസന പല കഴിവുകളുള്ള കുട്ടികളാണ്. അതെന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് അവരുടെ മാതാപിതാക്കൾക്കും അവരെ പരിപാലിക്കുന്ന അംഗൻവാടി ടീച്ചേഴ്സുണ്ട്, അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യുന്ന നമ്മുടെ സമൂഹമുണ്ട്. അവരുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടുപിടിക്കുവാനായിട്ടും ആ കഴിവുകളെ പരിപോഷിച്ചുകൊണ്ട് കൊള്ളുവാനായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സർക്കാരും ഒപ്പമുള്ളതിന്റെ ഭാഗമാണ് ഇവർക്ക് വേണ്ടി വർണ്ണോത്സവം പരിപാടി കണ്ടുവെച്ച് തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. തീർച്ചയായിട്ടും പല കുട്ടികൾക്കും പല കഴിവുകളാണ്. നമ്മൾക്കറിയാം, സമൂഹത്തിൽ നിന്നും പേരൻസ്, ഇവരെ കെയർ ചെയ്യുന്ന പേരൻസ് ആണ് ഏറ്റവും വിഷമിക്കുന്നത്. ഇവര് ഒത്തിരി നമുക്കറിയാം, ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഓരോ വിവാഹത്തിനോ ഒരു മരണാനന്തര ചടങ്ങിനോ ഒരു പൊതുവിൽ നടക്കുന്ന ഒരു പരിപാടിക്കോ അവരെ മറ്റുള്ളവരില്ല എങ്കിൽ അവരെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും നമ്മുടെ മക്കളെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുന്നതാണ് കൂടുതലും മാതാവ്. പിതാവിനേക്കാളും പിതാക്കൾ തീർച്ചയായിട്ടും അവർ ജോലിക്കും പണിക്കും ഒക്കെ പോകുന്നവരായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് പേന കൊടുക്കുകയും അവർക്ക് വരയ്ക്കാനുള്ള കഴിവ്, പാട്ട് പാടാനുള്ള കഴിവ്, കലാപരമായിട്ട് ഒക്കെ ഒത്തിരി കഴിവുകളുള്ള കുട്ടികളുണ്ടായിരിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ അഹമ്മദ് പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ ആദരിക്കൽ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK പ്രദീപ് ഉപകാര സമർപ്പണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി ഷാജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലോചന സുരേഷ്, 6ാം വാർഡംഗം ബെന്നി ചെറ്റൂഴി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.